നമസ്കാരം. എന്തരാണല്ലേ പോത്തിയവാരി? അങ്ങനെ രാജമാണിക്യം സ്വന്തം നാട്ടിൽ തന്നെ പോത്തുകച്ചവടം തുടങ്ങിയും കുടുംബത്തിന് കാവലായി നിന്നു. തന്റെ സഹോദരങ്ങളുടെ സ്നേഹം അയാളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. രാജാ രത്നപിള്ളയുടെ കുടുംബം വീണ്ടും പഴയ മഹത്വത്തിലേക്ക് മടങ്ങി. മാണിക്യം കുടുംബത്തിന്റെ നേതാവായി മാറി. പക്ഷേ അധികാരം കൊണ്ടല്ല, സ്നേഹവും നീതിയും കൊണ്ട്. വർക്കിച്ചനും ദാസപ്പനും ഇപ്പോഴും മാണിക്യത്തിന്റെ കൂടെ തന്നെയുണ്ട്, എല്ലാത്തിനും സഹായികളായി. ഇതിനിടയിൽ വർഗീസിന്റെ മരണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. ശെൽവം ഇപ്പോൾ പഴയ ആളല്ല. മദ്യവും മോശം കൂട്ടുകെട്ടുകളും വിട്ട് സഹോദരന്റെ കൂടെ നിൽക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ആളായി മാറി. കുടുംബ ബിസിനസിന്റെ ഒരു ഭാഗം മാണിക്യം ശെൽവത്തിന് കൈമാറി. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാണിക്യം അവനെ സഹായിച്ചു. ശെൽവം ഗ്രാമത്തിലെ ആളുകൾക്ക് സഹായങ്ങൾ നൽകി നന്മ പകർന്നു. റാണി കുടുംബത്തെ ബന്ധിപ്പിക്കുന്ന ഒരാളായി മാറി. രാജമാണിക്യം സംരക്ഷിച്ചത് വെറും സമ്പത്ത് മാത്രമല്ല, അച്ഛന്റെ അഭിമാനവും കുടുംബ ബന്ധവുമാണെന്ന് അവൾക്ക് മനസ്സിലായി. മാണിക്യം തന്റെ സ്വത്തിന്റെ ഭൂരിഭാഗവും അവളുടെ പേരിലാക്കി. അവൾ സഹോദരന്മാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവ് രമേശൻ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാണിക്യത്തിനോട് ക്ഷമ ചോദിച്ചു. മാണിക്യത്തിന്റെ ഒരു കണ്ണായി രാജു എല്ലായ്പ്പോഴും കൂടെയുണ്ടായിരുന്നു. അവൻ ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. മുത്തുലക്ഷ്മി അമ്മയുടെ ഹൃദയം നിറഞ്ഞിരുന്നു. ഒരു കാലത്ത് ഭയന്നിരുന്ന സത്യം തന്നെയാണ് ഇന്ന് മുത്തുലക്ഷ്മി അമ്മയുടെ അഭിമാനം. മാണിക്യം എന്റെ മകനാണ് എന്ന് മുത്തുലക്ഷ്മി അഭിമാനത്തോടെ പറയും. മുത്തുലക്ഷ്മി സന്തോഷത്തോടെ തന്റെ മക്കളെ ഒരുപോലെ കാണുകയും രാജരത്നം പിള്ളയുടെ ആഗ്രഹം ഒടുവിൽ സഫലമായതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ മാണിക്യം തന്റെ ജീവിതം മുഴുവൻ കുടുംബത്തിനായി സമർപ്പിച്ചു. അവൻ ഗ്രാമത്തിൽ തന്നെ രാജരത്നം പിള്ള മെമ്മോറിയൽ എന്ന പേരിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനിടെ മല്ലിയോടുള്ള സ്നേഹം മാണിക്യത്തിന്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ചു മല്ലിക്കും അതേ സ്നേഹം അയാളോടും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിൽ പറയാൻ മടിച്ചിരുന്നു. അവരുടെ പ്രണയം അറിയാമായിരുന്ന മല്ലിയുടെ സഹോദരിയും രാജുവും ചേർന്ന് രണ്ടുപേരെയും ഒന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ നോക്കുന്നു. ഒടുവിൽ മാണിക്യവും മല്ലിയും അത് തുറന്നു സമ്മതിക്കുന്നു. അങ്ങനെ അവർ വിവാഹിതരായി സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നു. മല്ലി ഇപ്പോൾ വലിയൊരു ഫ്ലവർ ഷോപ്പിന്റെ ഉടമയാണ്. ഒരു ദിവസം രാജമാണിക്യം ഒരു പ്രധാന തീരുമാനവുമായി മുന്നോട്ട് വരുന്നു. ശെൽവത്തിന്റെ ജീവിതം പൂർണ്ണമാക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. വരനായി മാറിയ ശെൽവത്തിനായി ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ രാജമാണിക്യം കണ്ടെത്തുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവും ക്ഷമയും നിറഞ്ഞ മാലതി എന്ന പെൺകുട്ടി. വിവാഹത്തിന് രാജമാണിക്യമാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഇരിക്കെ മല്ലിക്കും മാണിക്യത്തിനും ഒരു മകൻ ജനിച്ചു. അവർ രാജരത്നം എന്ന പേര് നൽകി. എല്ലാവരുടെയും പൊന്നോമനയാണ് അവൻ. ഇതിനിടെ മാണിക്യം രാജുവിന്റെ വിവാഹകാര്യം അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. കാരണം തിരക്കിയ മാണിക്യത്തിനോട് രാജു താൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നു. ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് മറ്റാരുമല്ല, മല്ലിയേടത്തിയുടെ സഹോദരിയാണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് മാണിക്യം ചിരിക്കുന്നു. മല്ലിയുടെ സഹോദരിയോട് ഇക്കാര്യത്തെക്കുറിച്ച് അയാൾ ചോദിച്ചപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. മാണിക്യം തന്റെ ബെല്ലാരിയിൽ ഉണ്ടായിരുന്ന ബിസിനസ്സിൽ നിന്നും കിട്ടിയ ലാഭം കൊണ്ട് രാജുവിനെ ഓണറാക്കി ഒരു സ്ഥാപനം തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ മരിച്ച സൈമന്റെ ബന്ധു മാണിക്യത്തിനോടും ശെൽവനോടും പകരം വീട്ടാൻ എത്തുന്നു. അയാൾ മാണിക്യത്തിന്റെ മകനെ തട്ടിയെടുത്താണ് പകരം ചോദിക്കുന്നത്. എന്നാൽ ഇത്തവണ എല്ലാവരും കൂടി ആ കുഞ്ഞിനെ അയാളിൽ നിന്നും രക്ഷിക്കുന്നു. അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ആ കുടുംബം ഇപ്പോൾ നിറയെ നന്മയും സ്നേഹവുമാണ്. മാണിക്യമാണ് എല്ലാവർക്കും അവരുടെ റോൾ മോഡൽ. ഒരു കാലത്ത് തകർന്നുപോയ കുടുംബം ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. അതിന് ഒരേ ഒരു കാരണം രാജമാണിക്യം.